ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് വെറുതെയല്ല. ഉത്തരവാദപ്പെട്ട രണ്ടാളുകളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. രാവിലെ വന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് അഡ്വക്കേറ്റ് അനിൽ വിളയിലിൻ്റെയാണ്. അത് അദ്ദേഹം കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാൻ വായിക്കാം, സാർ കേൾക്കണം. ഭാരതത്തിലെ ഒരു പ്രശസ്ത ഹൈന്ദവ ദേവാലയത്തിലെ പ്രധാന ചടങ്ങിൽ കാശ്മീരി നുഴഞ്ഞു കയറി എന്തോ വിതരണം ചെയ്തെന്ന് വാർത്ത വരുമായിരിക്കും. വിശദവിവരം ചോദിച്ച് ആരും വിളിക്കേണ്ട, ഔദ്യോഗികമായി വരട്ടെ. ഞാൻ പറഞ്ഞാൽ മതസൗഹാർദ്ദം തകരും, അത് വേണ്ട. ചിലപ്പോൾ മറ്റൊരു മനോരോഗി കഥ കേൾക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് 3 മണിക്കൂർ മുമ്പ് വന്നു. അല്പം മുമ്പ് കേരളത്തിലെ പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന അനുകൂലമായും പ്രതികൂലമായും ഗുരുവായൂർ അമ്പല നടയിൽ ഒരു കാശ്മീരി ഈദ് ആശംസകൾ എഴുതിയ മിഠായി വിതരണം ചെയ്തു എന്നും അയാളെ അറസ്റ്റ് ചെയ്തെന്നും വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നടയിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് ആളുകൾ കണ്ടിട്ടുമുണ്ട്. ഗുരുവായൂർ അധികൃതർ സത്യം പുറത്തുവിടണം. നടന്നിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗൗരവമുള്ളതാണ്, ഭക്തരുടെ സുരക്ഷയെ ബാധിക്കുന്നതാണ്. ഇതു പറഞ്ഞ എൻ്റെ നാവരിയാൻ മടിക്കാത്ത കേരളമാണ് ഇത്തരക്കാരുടെ വളക്കൂറുള്ള മണ്ണ് എന്നാണ് ശശികല ടീച്ചർ പറയുന്നു. കേരളത്തിലെ ഹിന്ദു സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന 2 പ്രധാനപ്പെട്ട നേതൃത്വം, ഒന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള KP ശശികല ടീച്ചർ, വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ആഗോള സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഭാരതത്തിലെ എന്ന് പറഞ്ഞ് ഇട്ട പോസ്റ്റിനെ കേരളത്തിലേക്ക് ചുരുക്കി ഗുരുവായൂരിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നു. ഈ 2 പോസ്റ്റുകളുടെ താഴെ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അതായത് ഗുരുവായൂർ ശീവേലി നടക്കുന്നു. ശീവേലി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത ചടങ്ങാണ്. ശീവേലി നടക്കുമ്പോൾ അവിടെ ഒരാൾ മിഠായി വിതരണം ചെയ്യുന്നു. ആ മിഠായിയിൽ ഈദ് മുബാറക്ക് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടി പോലീസിന് കൈമാറുന്നു. അങ്ങനെയൊക്കെ കമൻറ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ എല്ലാ കമൻറ്റുകൾ ഈ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളാണ്. പക്ഷേ ഇത് കേരളം കാണുന്നുണ്ട്, കേരളത്തിലെ ഹിന്ദുക്കൾ കാണുന്നുണ്ട്. നമുക്കറിയാം, ഡിസംബർ 6 വരുമ്പോൾ ശബരിമലയിൽ അങ്ങേയറ്റത്തെ വലിയ സുരക്ഷ ഒരുക്കുന്നുണ്ട് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം. അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ടാർഗറ്റഡാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വലിയ സുരക്ഷയുണ്ട്, ഗുരുവായൂരുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആരാധനാലയങ്ങളിൽ കാവലുള്ളത്, പട്ടാളവും പോലീസുമൊക്കെ കാവൽ നിൽക്കുന്ന ഹിന്ദുക്കളുടെ ക്ഷേത്രവും സിഖുകാരുടെ സുവർണ ക്ഷേത്രവും മാത്രമായിരിക്കും. ബാക്കിയുള്ള എല്ലാ മതക്കാരുടെ ആരാധനാ കേന്ദ്രങ്ങളും നിർഭയമായി പ്രവർത്തിക്കുമ്പോൾ തോക്കിൻ്റെയും പോലീസിൻ്റെയും കാക്കിയുടെ കാവലുണ്ടെങ്കിലേ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട്, ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടും. അത് എന്തുകൊണ്ടാണ് എന്നത് വേറൊരു കാര്യം. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് കോടിക്കണക്കിനായ ശ്രീകൃഷ്ണ ഭക്തരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ്. ആ ക്ഷേത്രത്തിന് വെല്ലുവിളിയുണ്ടോ? ശശികല ടീച്ചർ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ചാണോ ഇങ്ങനെ ഒരാളെ പിടികൂടിയത്? കാശ്മീരി എന്ന് പറയുമ്പോൾ കാശ്മീരി ഹിന്ദു അല്ല. അയാളുടെ പേര് പോലും ചിലരൊക്കെ പറയുന്നുണ്ട്, ബിലാൽ എന്നാണ് പേരെന്ന് പറയുന്നു. ഇയാളെ പിടികൂടി എന്ന് പറയുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഞാൻ അനിൽജിയായിട്ട് സംസാരിച്ചു. അനിൽജി എന്നോട് പറഞ്ഞത്, അനിൽജി ഗുരുവായൂരുള്ള ജന്മഭൂമി ദിനപത്രത്തിൻ്റെ ഗുരുവായൂർ ലേഖകനോട് സംസാരിച്ചു. ഒരു ഗുരുവായൂർ ലേഖകൻ സ്പെഷ്യൽ ബ്രാഞ്ചിനോട് സംസാരിച്ചപ്പോൾ സംഭവം ശരിയാണ് എന്ന് സ്ഥിരീകരിച്ചു എന്ന് പറയുന്നു. ഇയാൾ കാശ്മീരിൽ ഒരു കൊലക്കേസിൽ, ഭാര്യയെ കൊന്ന കേസിലെ പ്രതിയാണ് എന്ന് കേൾക്കുന്നു എന്ന് പറയുന്നു. ഏതായാലും കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 3 ദിവസം മുമ്പാണ് കേരളം നടുങ്ങിയ തൃശ്ശൂർ വെടിക്കെട്ടപകടം ഉണ്ടാകുന്നത്. അതേ ദിവസം വൈകിട്ടാണോ ഈ മധുരപലഹാരം മിഠായി വിതരണം ചെയ്തത്? ഇത് രണ്ടും തമ്മിൽ ലിങ്ക് ഉണ്ടോ? ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എന്തിനാണ് കാശ്മീരിൽ നിന്നൊരാൾ വന്ന് അതിനകത്ത് കയറി അവിടെ ശീവേലിയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ, ശശികല ടീച്ചർ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൻ്റെ നടയിലോ വെച്ച് അവിടെ വരുന്ന ഭക്തർക്ക് ഈദ് മുബാറക്ക് എന്നെഴുതിയ മിഠായി വിതരണം ചെയ്യുന്നത്? ഇതിനകത്തൊരു ഗുരുതരമായ ഒരു ആംഗിൾ ഇല്ലേ? അത് സത്യത്തിൽ ഈ പറയുന്ന കഥകളിങ്ങനെ പ്രചരിക്കാതിരിക്കാൻ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ശശികല ടീച്ചർ പറഞ്ഞതുപോലെ ഗുരുവായൂർ ദേവസ്വം, കേരള പോലീസ് ഒരു വിശദീകരണം ഇറക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ സുനിൽ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരാൾ നുഴഞ്ഞു കയറി ഇതുപോലെ മിഠായി വിതരണം ചെയ്തു എന്നുള്ള വാർത്തയും അയാൾ ഒരു മുസ്ലിമാണ് എന്നുള്ള വാർത്തയും സാധാരണക്കാരെ ഞെട്ടിപ്പിക്കും.
ഇല്ല, അവിടെ ചില ആളുകൾ പറയും മതേതരത്തിന്റെ മാതൃകയാണ്, അമ്പലത്തിലായതുകൊണ്ട് എന്തും പാടാം, അല്ല എന്തും ചെയ്യാം. അല്ല, ഇത് എത്രയോ നാളുകൾക്ക് മുമ്പേ ഇത് നടക്കേണ്ടതായിരുന്നു കേരളത്തിൽ നിന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. കാരണം ഈ കാശ്മീരികൾ എന്നും ഇന്ത്യക്കൊരു പ്രശ്നമാണ്. കാശ്മീരിൽ നിന്ന് കാശ്മീരികൾ മുഴുവൻ പറയാമോ? കാശ്മീരി പണ്ഡിറ്റുകളെന്ന് പറഞ്ഞ് വന്നവരെല്ലാം ഇവിടെ കയറി ഇപ്പൊ മെഴുകല്ലേ കയറിയിട്ട് നമുക്ക് അല്ലാന്ന് പറയാൻ പറ്റുമോ? അതെ, അയാൾ മുസ്ലിം അല്ല എന്ന് ആർക്കെങ്കിലും അയാൾ എന്തുകൊണ്ട് ഈ കൃഷ്ണസ്വാമി ഒരു പുസ്തകം എഴുതിയിരുന്ന എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് അയാൾ മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെന്തേ അവർ ചോദ്യം ചെയ്യാതെ എന്താ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോയാൽ അവർ ദേ വിൽ സ്റ്റാൻഡ് എക്സ്പോസ്ഡ്. അവരുടെ കൂടുതൽ തുണികൾ അഴിഞ്ഞു വീഴും. അപ്പോൾ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും. കാശ്മീർ അവർ പിടിച്ചെടുത്തു, പല കള്ളത്തരം കാണിച്ച് ഷെയ്ഖ് അബ്ദുള്ളനെ കൊണ്ടും ഫറൂഖ് അബ്ദുള്ളനെ കൊണ്ടും ഒക്കെ ബഹളം ഉണ്ടാക്കി കാശ്മീർ അവരുടെ പ്രിൻസിപ്പാലിറ്റി ആക്കി മാറ്റി. ഇനി ബാക്കിയുള്ളത് അവർക്ക് ഇന്ത്യയാണ്. ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിഴവൻ ഇവിടെ വന്ന് ചാച്ചാ നെഹ്റു എന്നുള്ള പേരിൽ ഇവിടെ വന്ന് ഇതാക്കിയത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇതൊരു ചെയിൻ റിയാക്ഷനാണ്. ഇത് അമ്പലങ്ങളിൽ മാത്രമല്ല സുനിൽ എയർപോർട്ടിൽ പോയിട്ടില്ലേ? കൊച്ചിൻ എയർപോർട്ടിലോ തിരുവനന്തപുരം എയർപോർട്ടിലോ പോയി അവിടെ കച്ചവടം നടത്തുന്ന മുഴുവൻ കാശ്മീരി മുസ്ലിംസാണ്. എങ്ങനെയാണ് അവരിവിടെ കച്ചവടം നടത്താൻ വന്നത്? എന്തിനാണ്? അത് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ. കൊച്ചിൻ എയർപോർട്ടിൽ നമ്മൾ വിമാനം കയറാനായിട്ട് പോകുന്ന സെക്യൂരിറ്റി പാസ് ഉള്ളിടത്ത് അംഗീകൃത യാത്രക്കാർക്ക് മാത്രം പോകാൻ സാധിക്കുന്ന ഇൻ്റർനാഷണൽ ടെർമിനലിൽ വരെ കശ്മീരികളാണ് കച്ചവടം നടത്തുന്നത് മുഴുവനും. അല്ല, കാശ്മീരികൾക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്തിക്കൂടെ? അത് പക്ഷേ എല്ലാം ഇപ്പം 100% കാശ്മീരികളാവുമ്പോൾ ആ 80% മുസ്ലിങ്ങളാവുമ്പോൾ ആർക്കാണെങ്കിലും ചെറിയ സംശയം തോന്നും. അല്ല, അതിനകത്ത് എനിക്ക് സാറ് പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളുടെ പരിസരത്തും ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, എന്തൊരു ശബരിമല, ആ സമയത്ത് സീസണിൽ കച്ചവടം നടത്തുന്നത് മുസ്ലിങ്ങളാണെന്നേ. കാരണം ഇത് ഓപ്പൺ ടെൻഡറൊക്കെ വിളിച്ചാൽ കൊടുക്കുന്നത്. അത് പിടിക്കാൻ ഇവിടുത്തെ ഹിന്ദുവിന് വിയർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് ഹിന്ദു പോകാത്തത് കൊണ്ടല്ലേ. ഇത് കേരളത്തിലെ മാത്രമല്ല, തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്ത് മുസ്ലിങ്ങളുടെ സ്ഥലം. അല്ല, മുസ്ലിങ്ങൾക്ക് ആരും അവിഹിതമായി കൊടുക്കുന്നില്ല. അത് കാശ്മീർ ഓപ്പൺ ടെൻഡർ വിളിക്കുമ്പോൾ ഹിന്ദുക്കൾ അത് പോകുന്നില്ല. ഇപ്പൊ നമ്മൾ തിരുനാവായിൽ കുംഭമേള നടക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള കച്ചവടം മുഴുവൻ നടത്തിയത് ആരാ? മുസ്ലിമുകളാണ്. അവിടെ മുസ്ലിമുകൾ കച്ചവടം നടത്തുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ വൺ സ്റ്റോർ വൺ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മോദിജിയുടെ ഒരു പദ്ധതിയുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ സാധാരണ നാട്ടുപുറത്തുള്ള വിഭവങ്ങൾ വിൽക്കാനുള്ള കടകൾ ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ ആണെന്ന് അത് മുസ്ലിംസ് കച്ചവടം നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. ഹിന്ദുക്കൾക്കെതിരായിട്ട് അവർ ഞാൻ ചോദിക്കുന്നത് അത് പ്രശ്നമാണ്. ഞാൻ ഇതൊക്കെ പറയുന്ന ഹിന്ദുക്കൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമുകളുടെ കയ്യിലേക്ക് അവർക്ക് ആരും അവിഹിതമായി കൊടുക്കുന്നില്ല. അവർ ടെൻഡർ വിളിക്കുന്നു, ലേലത്തിൽ പങ്കെടുക്കുന്നു, അവർ കച്ചവടം നടത്തുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്നിട്ട് നിങ്ങൾ മാറിയിരുന്ന കുറ്റം, ഇതൊരു പ്രശ്നമല്ലേ സാർ? ഓക്കെ സുനിൽ, യു വിൻ. സുനിൽ ജയിച്ചിരിക്കുന്നു, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. എനിക്ക് ഐ എം നോട്ട് ദാറ്റ് എന്താ പറയുക, ജയിക്കാനും തോൽക്കാനും അല്ലേ സാർ? മനസ്ഥിതി എനിക്കില്ല. സുനിലിന്റെ അത്രയും വിശാല മനസ്ഥിതി എനിക്കില്ല. ഓൺലി തിങ്, ഞാനൊരു നാരോ മൈൻഡഡ് ആളാണ്. ഇങ്ങനെയുള്ള കുനിഷ്ട് കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരാളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ പേപ്പർ വായിച്ചോ? മാലഗോൺ ബോംബ് സ്ഫോടനത്തിൽ പ്രതികളായിരുന്നവരൊക്കെ വിട്ടയച്ചു. ഈ പ്രതികൾ മുഴുവൻ മുസ്ലിങ്ങളാണ്. ഈ പ്രതികളെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? ആദ്യം അറസ്റ്റ് ചെയ്ത 9 ഹിന്ദുക്കളെയാണ്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്കി 9 മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തത്. ആ ഹിന്ദുക്കൾ എന്ത് ചെയ്തു? മാലഗോൺ മോസ്കിൽ പോയിട്ട് അവിടെ ഹിന്ദുക്കൾ ബോംബ് വയ്ക്കുന്നു തോന്നുന്നുണ്ടോ? ഹിന്ദുക്കൾക്ക് ബോംബ് ഉണ്ടാക്കാനും അതുപോലെ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കാനും പടക്കത്തിൽ ഇത് വെച്ച് കൊടുക്കാനൊന്നും അവർക്കറിയില്ല. അത് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. പിന്നെ വേറൊന്നുണ്ട്, സുനിൽ പറഞ്ഞല്ലോ അമ്പലത്തിന്റെ അവിടെ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് കച്ചവടം നടത്തിക്കൂടാന്ന്. സൗദി അറേബ്യയില് മെക്കയിലോട്ട് പോകണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതൊരു ഇസ്ലാമിക രാജ്യമാണ് സാർ. വാട്ട് എവർ ഇറ്റ് മേ ബി. നമുക്കൊരു വിലക്കപ്പെട്ട ഇതായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ലല്ലോ. മക്ക എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള ഒരു സ്ഥലം പോലെ തന്നെ ഒരു സ്ഥലം. ഹിമാചലില് ദേവഭൂമി എന്ന് പറയുന്ന പ്രദേശത്ത് മാംസം പാടില്ല, അങ്ങനത്തെ നിരോധനങ്ങൾ ഹിമാചൽ പ്രദേശ് ക്ഷേത്രത്തിൽ, ഹിമാചലല്ല ഉത്തരാഖണ്ഡ് സർക്കാർ കൊണ്ടുവന്നു. ആ നിയമത്തിന് വളരെ സാധുതയുള്ള അത് ഹൈക്കോടതി ശരിവെച്ചു.
അത് കാരണം മറ്റ് മതക്കാരെ ഒന്നും ഹർട്ട് ചെയ്യണില്ലല്ലോ. അത് അവിടെ പോയി താമസിക്കണം എന്നുണ്ടെങ്കിൽ പറ്റൂല. കാരണം അവിടെ താമസിക്കാനായിട്ട് പെർമിഷൻ വേണം, അവിടെ പോയി ജോലി ചെയ്യാൻ പെർമിഷൻ വേണം. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ദേവഭൂമി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ. അത് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അവിടെ മുസ്ലിങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല. അവിടെ കച്ചവടം നടത്താനായിട്ടാണ് എന്തിനാണെങ്കിൽ. ഈ മക്കയുടെ ഒരു കാര്യം അറിയില്ല. നമ്മുടെ ഒരു വലിയ ഗായകനുണ്ട്, അദ്ദേഹം ഒരു പാട്ട് പാടി, 1000 കാതം അകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കുക. അയാൾക്ക് ഇന്നവരെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം വേദനിക്കുക അവിടെ വരെ പോകാനായിട്ട്. അതേസമയം ഇവിടെ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോയി പി പി വിളിക്കുന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടിയിട്ട് ആള് തേരാപാര ചീത്ത പറഞ്ഞുകൊണ്ടാണെന്നു. ഇതുവരെ പോകാൻ അദ്ദേഹം പോയിട്ടില്ല ഗുരുവായൂർ. അപ്പോൾ അയാൾ കുറെ നാൾ പോകാൻ ട്രൈ ചെയ്തതല്ലേ, ചെന്നില്ല. അവിടെ ദിവസം ഇപ്പോഴും പറയുന്നുണ്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുന്നു പറയുന്നത്. അവിടെ ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഒരു കടലാസ് എഴുതി കൊടുക്കണം. അതിന് പറ്റാത്ത ഒരാള്, ഒരു ക്രൈസ്തവൻ അവിടെ പോയിട്ട് എന്തിനാ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണന്റെ വിഗ്രഹത്തിനെ ആരാധിക്കണേ എന്തിനാണ്? നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഈ സ്ഫോടന പരമ്പര കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും നടക്കാം. ഗുരുവായൂർ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ജസ്ന എന്ന് പറയുന്നൊരു സ്ത്രീ, അവർ വന്നിട്ട് കൃഷ്ണൻ്റെ പടം വിൽക്കുന്നു. അവസാനം അവരുടെ വന്നിട്ട് ഗുരുവായൂർ അങ്ങ് ഭരിക്കാൻ തുടങ്ങി, ഭക്തരെ ചിത്ത വിളിക്കാൻ തുടങ്ങി. അവസാനം ഹൈക്കോടതി പറഞ്ഞു ആ പഞ്ചായത്തിൽ കയറി പോരെന്ന് പറഞ്ഞു. വേറൊരു മുസ്ലിം സ്ത്രീ വന്നിട്ട് ഗുരുവായൂരിലെ തീർത്ഥക്കുളത്തിൽ കാല് കഴുകിയിട്ട് റീലെടുക്കുന്നു. അപ്പോൾ ഗുരുവായൂർ അമ്പലം ആരുടെയൊക്കെ ടാർഗറ്റാണ്? സംശയമുണ്ടോ? ശബരിമല ആരുടെയൊക്കെ ടാർഗറ്റ് അല്ലേ? അതേപോലെ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആരുടെയൊക്കെ ടാർഗറ്റ് അല്ലേ? കൃഷ്ണൻ പോലും കാരണം നോക്കൂ, ഓർഗനൈസ്ഡ് ആയിട്ട് കേരളത്തിലെ 7ഓളം സ്ഥലങ്ങളിലാണ് നിന്നാണ് മന്തി കഴിക്കുന്ന കൃഷ്ണൻ്റെ പടം വരുന്നത്. ബാംഗ്ലൂരിലുണ്ടായി. ഇതെല്ലാവർക്കും അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നത്. അതിപ്പോൾ ഹിന്ദു നാമധാരികളും പുരോഗമനവാദികളും ചോദിക്കുന്നു, അല്ല ഭഗവാൻ ഇപ്പം മന്തി കഴിക്കുന്നതായിട്ട് കണ്ടാൽ എന്താ കുഴപ്പം? ഗോവധ നിരോധനം വേണം എന്ന് പറഞ്ഞ് വിനോബ ഭാവെ, ഓർമ്മയുണ്ടോ അന്ന്? ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അതെ. അപ്പൊ അതിൽ പ്രതിഷേധിച്ച് കേരളത്തില് പശുക്കളെ പരസ്യമായിട്ട് വെട്ടിനുറുക്കി കറി വെച്ച് കൂട്ടിയ കുറെ ആൾക്കാരുണ്ട്. കോൺഗ്രസ്സുകാരായിരുന്നു മൊത്തം. അപ്പം ഞാനത് ഒരു ഫോട്ടോയിൽ കണ്ടതാണ്. കേരളത്തിലെ ഒരു മുൻ മന്ത്രി നേതൃത്വം നൽകിയ, ഒരു കോൺഗ്രസ് മന്ത്രി നേതൃത്വം നൽകിയ ഒരു ക്യാമ്പയിൻ. അപ്പോൾ അതിന് താഴെ ഏതൊരു രസികൻ വിനോബ ഭാവിക്ക് ഒരു കത്തെഴുതി, പുണ്യാത്മാവേ, അങ്ങ് വ്യഭിചാരത്തിനെതിരെ നിരാഹാരം ഇരിക്കാൻ വളരെ വളരെ നല്ലത്. കേരളം മുഴുവൻ വ്യഭിചാരം അത് പറഞ്ഞു. അപ്പോൾ അതാണ് കാലം. അപ്പോൾ കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു സുനിൽ, ശൃംഗേരി മഠാധിപതികൾ വിധുശേഖര ഭാരതി സ്വാമികൾ പറഞ്ഞത് ഹൈന്ദവതയ്ക്കെതിരെ, സനാതന സംസ്കാരത്തിനെതിരെ ഭാരതത്തിൻ്റെ വിവിധ വശങ്ങളിൽ നിന്നും ഒരു കൺസേർട്ടഡ് ആയിട്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. അപ്പോൾ ഈ ശൃംഗേരി മഠം ഒരിക്കലും രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാറില്ല. അവർ ഇതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞില്ല. പക്ഷേ ഹിന്ദു ജനങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ വടകരയിൽ വെച്ചിട്ട് 2-3 ബക്കറ്റ് സ്റ്റീൽ ബോംബ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്റ്റീൽ ബോംബിന് വടകരയിലേക്ക് എന്താ ആവശ്യമുണ്ട്? ഈ LK അദ്വാനി മറ്റേ തമിഴ്നാട്ടിൽ പ്രസംഗിക്കാൻ വന്നിരുന്നു 96 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോയമ്പത്തൂർ വെച്ച്. അദ്ദേഹം കടന്നു പോകുന്ന റൂട്ടിൽ സ്റ്റീൽ ബോംബ് നിറച്ച പാത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് പൊട്ടിയില്ല. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് കോയമ്പത്തൂർ വെച്ചിട്ട് ശ്രമം നടന്നു. അദ്ദേഹം എത്തേണ്ടതിന് തൊട്ട് മുമ്പാണ് ബോംബ് പൊട്ടിയിട്ട് 65 പേരോ 70 പേരോ ഒറ്റ മരിച്ചു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ സംഭവം. ഇപ്പോൾ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട 2 വ്യക്തിത്വങ്ങൾ, അഡ്വക്കേറ്റ് അനിൽ വിളയിലും അഭിഭാഷകൻ കൂടിയായ അദ്ദേഹവും ശശികല ടീച്ചറും ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ക്ലാരിഫൈ ചെയ്യാൻ കേരള പോലീസോ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വമോ തയ്യാറാവണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്തറിയോ, ഒരുപാട് ഊഹാപോഹങ്ങൾ, ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇത് ഓൾറെഡി സംഭവം കേരളത്തിൽ മർമറിംഗ് ക്യാമ്പയിൻ പോലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ്. അതുകൊണ്ട് അധികൃതർ കൃത്യമായും ഇതിനൊരു മറുപടി കൊടുക്കണം. ഇതിനകത്ത് ഭയപ്പെടാനുണ്ടോ ആശങ്കപ്പെടാനുണ്ടോ എന്നുള്ള ക്ലാരിഫിക്കേഷൻ അത്യാവശ്യമാണ്. പക്ഷേ ഗുരുവായൂർ പോലീസിൻ്റെ സ്വഭാവം അറിയാം. ഗുരുവായൂർ പോലീസ് നേരത്തെ അവിടെ പാരഡൈസ് എന്ന് പറഞ്ഞ ഹോട്ടൽ നടത്തിയിട്ട് ഒരു ഹക്കിം ഉണ്ടായിരുന്നു. ഈ ഹക്കിം നടന്നു വരുന്ന വഴിക്ക് ഒരു തുളസിത്തറയിൽ അയാളുടെ പ്യൂബിക് ഹെയർ പറിച്ചിട്ട് അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ചിത്രങ്ങൾ വന്നപ്പോൾ
ആ ചിത്രം പോസ്റ്റ് ചെയ്ത ശ്രീരാജ് കൈമൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് റിമാൻഡ് ചെയ്തു. 2 ആഴ്ചയോ മറ്റോ കഴിഞ്ഞ ഹൈക്കോടതിയാണ് ജാമ്യം കൊടുത്തത്. കാരണം ആ ചെറുപ്പക്കാരൻ ചെയ്തത് ഇയാൾ ചെയ്ത ക്രൈം ചൂണ്ടിക്കാണിച്ചു. ഉടനെ ഗുരുവായൂർ പോലീസ് പറഞ്ഞ് ആരെങ്കിലും ഇതേക്കുറിച്ച് എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ അവനെ ഞങ്ങൾ അകത്തിട്ട് പൂട്ടും എന്ന് ഗുരുവായൂർ പോലീസ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തു. പക്ഷേ അവസാനം വന്നപ്പോൾ എന്നിട്ട് ഗുരുവായൂർ പോലീസ് പറഞ്ഞത് അയാൾ മനോരോഗിയാണെന്നാണ്. മനോരോഗിയാണെന്ന് പറഞ്ഞാൽ ഇയാളുടെ ഈ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി ചോദിച്ചു, മനോരോഗമുള്ള ഒരുത്തൻ എങ്ങനെയാണ് ഹോട്ടൽ നടത്തുന്നത്, മനോരോഗമുള്ള ഒരുത്തൻ എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവുന്നത്, എന്തൊക്കെ ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. അപ്പോൾ ഈ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളെ കുരുക്കാനാണ് ശ്രമിക്കുന്നത്. സത്യത്തിൽ കേരള പോലീസിൻ്റെ പാരമ്പര്യത്തിൽ പ്രത്യേകിച്ച് രവാഡ ചന്ദ്രശേഖറിനെ പോലെയുള്ള നല്ല ഒന്നാം തരം പോലീസ് ഓഫീസർ കേരളത്തിൻ്റെ പോലീസിനെ നയിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടാവുക, അത് ആശങ്കപ്പെടാനൊന്നുമില്ല. ഈ പറഞ്ഞ 2 പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലീസിന് പറയാം, അല്ലെങ്കിൽ ദേവസ്വം പറയണം, അല്ലേ? നിശ്ചയമായും സുനിൽ ഒരു കാര്യം കൂടി പറയട്ടെ. അങ്ങ് പറഞ്ഞില്ലേ 2 വ്യക്തികൾ, അനിലും പിന്നെ അതേപോലെ ശശികലയും. ഇവർ രണ്ടുപേരും വിടുവായത്തരം പറയുന്ന ആൾക്കാരല്ല. അവർ പറഞ്ഞാൽ വസ്തുതകൾ അവർക്ക് 100% ഉറപ്പാണെന്നുള്ള വസ്തുതകൾ മാത്രമേ അവർ പറയാറുള്ളൂ. ശശികലയുടെ പ്രസംഗം ഞാൻ സ്ഥിരം കേൾക്കാം, എത്രയോ നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. അവർ പറഞ്ഞതനുസരിച്ചിട്ട് മാത്രമേ ഈ രാജ്യത്ത് ഇത് നടന്നിട്ടുള്ളൂ. ഹിന്ദു മതത്തിനെതിരെ, സനാതന ധർമ്മത്തിനെതിരെ അറ്റാക്കുകൾ നടന്നിട്ടുള്ളൂ, ആക്രമണം നടന്നിട്ടുള്ളൂ. അവർ വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയല്ല അവർ. ഇതിനെ ക്ലാരിഫൈ ചെയ്യേണ്ടത് കേരള പോലീസാണ്. അവർ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അതല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടാവാം, അയാൾ മനോരോഗിയാണെന്നുള്ള റിസൾട്ട് ഇത് വന്നിട്ടുണ്ടാവും. ഗുരുവായൂർ സ്പെസിഫൈ ചെയ്ത് മാത്രമോ അതല്ലെങ്കിൽ തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകടം സ്പെസിഫൈ ചെയ്ത് മാത്രമായിട്ട് അന്വേഷിക്കരുത്. ഇത് വൈഡ് അന്വേഷണം വേണം. ഈ ഹോട്ടലുകളിൽ ഉണ്ണികൃഷ്ണൻ്റെ പടം വെച്ച് അതിനകത്ത് കുഴിമന്തിയും ചിക്കൻ ബിരിയാണിയും കൃഷ്ണനെ കൊണ്ട് തീറ്റിക്കുന്ന പരസ്യം, ഇതിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഇത് ഹൈന്ദവതയ്ക്കെതിരെ നടക്കുന്ന അറ്റാക്കാണ്. ഇത് സനാതന ധർമ്മത്തിനെതിരെ നടക്കുന്ന അറ്റാക്കാണ്. മറ്റുള്ള മതക്കാർ അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സുനിലിൽ അറിയില്ലേ? പണ്ട് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു വിസ്കി മാർക്കറ്റ് ചെയ്തപ്പോൾ ഇവിടുത്തെ പള്ളിയിൽ അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ അതിനെതിരെ സമരം ചെയ്ത് തെരുവിൽ വന്നവരാണ്. അതിലെ പണ്ട് കൽക്കത്ത ഖുറാൻ പെറ്റീഷൻ സീതാറാം ഗോയലും ഞാൻ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞിരുന്നു, സീതാറാം ഗോയലും ചമൻലാൽ ചോപ്രയും കൂടി ചേർന്ന് എഴുതിയ പുസ്തകമാണ്. അന്ന് എന്തായിരുന്നു കാരണം? അവർ പറഞ്ഞിരുന്നത് ഖുറാനിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഖുറാനിൽ വിശ്വസിക്കാത്തവരുടെ കഴുത്ത് കണ്ടിച്ച് കൊല്ലുക. ഇൻഫിഡൽ ആയിട്ടുള്ള അതായത് ഖുറാനിൽ വിശ്വസിക്കാത്തവരുമായിട്ട് യാതൊരു വിധ സംസർഗവും പാടില്ല. ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലേ എന്ന് ചോദിച്ച് കേസ് കൊടുത്തതിനാണ് ജഡ്ജി ഈ കേസ് കൊടുത്ത ആളെ പിടിച്ചിട്ട് വരട്ടിയത്. തന്നെ പിടിച്ച ജയിലിലിടുന്ന് പറഞ്ഞ് വാൺ ചെയ്തത്. അത് അപ്പം എന്തും ആവാം, ന്യൂനപക്ഷത്തിന് എന്തും ആവാം, ഭൂരിപക്ഷ സമുദായത്തിന് ഒന്നും ചെയ്യാൻ പാടില്ല, എല്ലാം അനുഭവിച്ചോളണം എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഇത് കേവലം ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിൻ്റെ വിഷയം മാത്രമല്ല, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഗുരുവായൂർ പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിന് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് തകർക്കും. ഏതായാലും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല എന്ന് പറയേണ്ടത്, അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് ഉത്തരവാദപ്പെട്ട ആളുകളാണ്. അത് സഗൗരവം അവരത് കൈകാര്യം ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ശാന്തരായി എല്ലാവരും ഇരിക്കട്ടെ. ഇത് ആശങ്കകൾക്കൊന്നുമില്ല എന്നുള്ള ഒരു വിശദീകരണം ഉത്തരവാദപ്പെട്ടവർ നൽകട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങളും സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ വിട്ടുപോയവർ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ അത് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.